എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് ഐ കുക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ചന മസാലയുടെ റെസിപ്പിയാണ്. ആക്ച്വലി ഇതിൻ്റെ ബേസ് നോർത്ത് ഇന്ത്യൻ ആണ്. പക്ഷേ എന്നാലും നമ്മൾക്ക് ഒരു നല്ല പ്രോട്ടീൻ സോഴ്സ് തരാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഈവൻ ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്നാക്കായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചിക്ക് പീസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. വൈറ്റ് കളറിലുള്ള കടല വെച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്കിനി നോക്കാം. ചിക്ക് പീസ് നല്ലൊരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്. ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ധാരാളമായിട്ടുണ്ടായിരിക്കും കേട്ടോ. ചന മസാല വിത്ത് ബട്ടൂര നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പക്ഷേ ഇത് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് ചിക്ക് പീസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് ഡ്രൈ ആയിട്ടുള്ള ചിക്ക് പീസാണ്. ഇത് നമുക്ക് നല്ലൊരു ചൂട് വെള്ളത്തിൽ ഒരു 2 hours സോക്ക് ചെയ്യാനിടാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് സ്വെല്ലപ്പായിട്ടൊക്കെ വരുന്നതായിരിക്കും. ഇനി തണുത്ത വെള്ളത്തിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചധികം സമയം ഒരു 6 to 8 hours എങ്കിലും വെച്ചാലാണ് ഈ കടല ഒന്ന് സോഫനായിട്ട് വരത്തുള്ളൂ കേട്ടോ. ആക്ച്വലി ഞാനിത് അൺപ്ലാൻഡ് ആയിട്ട് തയ്യാറാക്കാൻ വെച്ചിരുന്നതായിരുന്നു. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇത് സോക്ക് ചെയ്യാനിട്ടത്. അത് പെട്ടെന്ന് തന്നെ സെറ്റായി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഒരു കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കർ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് കോക്കനട്ട് ഓയിലിനെക്കാളും ബെസ്റ്റ് സൺഫ്ലവർ ഓയിലായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് മസ്റ്റർഡ് സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സ്പ്ലിറ്റായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾക്കൊരു 1 ടീസ്പൂൺ പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. 2 കപ്പ് അളവിനുള്ള ചിക്ക് പീസിൻ്റെ അളവാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. ഇനി ഇത് ഒത്തിരി കരിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു 3-4 ഏലക്കായ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ 1.5 കപ്പ് സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവോളയാണെന്നുണ്ടെങ്കിൽ 2 സവോള ഇതിന് വേണ്ടിയിട്ട് എടുത്താൽ മതിയായിരിക്കും കേട്ടോ. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചോപ്പറിലൊക്കെ ഇട്ട് അരിഞ്ഞ് കഴിയുമ്പം അതിലൊരു വാട്ടർ കണ്ടൻറ്റ് നന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ട് സവോളയൊക്കെ അരിയുമ്പോൾ. അപ്പോൾ എപ്പോഴും നല്ലത് കൈകൊണ്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. തിൻ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് വഴിച്ചെടുക്കുന്നതായിരിക്കും നന്നായിട്ട് വരിക. ഇനി ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2-3 ഗ്രീൻ ചില്ലീസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് നമുക്കൊന്ന് സോട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1 to 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതും ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നോടും വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ ഒരു സ്റ്റാർ നീസ്, ഇത്രയും സാധനം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒരു കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. നമ്മുടെ കടല ഇപ്പോൾ ചൂടുവെള്ളത്തിൽ വെച്ചിരിക്കുന്ന കടല നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സോട്ടായി വരുന്ന സമയത്ത് നമുക്ക് ഈ കടലയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയായിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈ സവോളയൊക്കെ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കുമ്പോൾ സവോള പെട്ടെന്ന് സോട്ടായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ആദ്യമായിട്ട് വേണ്ടത് ഗരം മസാലയാണ്. അത് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവുള്ള മുളക് പൊടിയാണ്. അതും ഞാനൊരു 1 ടീസ്പൂൺ ഫുള്ളായിട്ട് കുമിച്ചെടുത്തിട്ടിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത്, ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ചാട്ട് മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 1 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയായിരിക്കും. അതും ഒരു 1 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട്
മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വന്ന് ഇതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ മാറുന്നോടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മളൊരു നിയർലി 2 കപ്സ് ചിക്ക് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മസാലയുടെ ഒരു ഫ്ലേവർ വരണമെങ്കിൽ വീട്ടിൽ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഏകദേശം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ മസാലയുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് സോട്ടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ 2 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് ഒരു ക്യൂബ് സൈസിൽ ചോപ്പ് ചെയ്തെടുത്തത്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാണ്ട് ഈ എണ്ണയിൽ തന്നെ ഈ ടൊമാറ്റോസ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുത്തോണ്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടിയിൽ ഇത് പിടിച്ചിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടൊമാറ്റോസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് സോഫനായി വന്നൊന്ന് ഇതൊക്കെ ആയിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വരുന്നോടം വരെ ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടൊമാറ്റോസൊക്കെ ഇതിൽ നന്നായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്ക് പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്ക് പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മുഴുവനായിട്ടും നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മസാലയൊക്കെ ഒന്ന് കോട്ടാവുന്നോടും വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് മസാലയിൽ ഇട്ട ശേഷം വെള്ളം ചേർക്കുന്നതിന് മുമ്പ് വേണം നന്നായിട്ടൊന്ന് മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ കടലയ്ക്കൊക്കെ മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ പിടിച്ചിട്ട് വെള്ളം ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അതിൻ്റെ ഫ്ലേവറൊക്കെ കടലയിലേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾക്കിനി ഇതിലേക്ക് ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2 to 3 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് ആ മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ആടുന്നത് നല്ല രീതിയിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 കപ്പ് കടലയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 to 5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് കടല നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കടലയുടെ മേളിൽ അത്യാവശ്യം വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഈ സോൾട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഈ വെള്ളത്തിന് സോൾട്ടിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കടല ഒന്ന് നന്നായിട്ട് കുക്കായി വരുമ്പോൾ കടലയിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് പിടിച്ചിട്ട് ഒന്ന് ബാലൻസ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ വെള്ളത്തിൽ എപ്പോഴും ഉപ്പ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉപ്പ് ഇച്ചിരി മേളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അപ്പം തോന്നും ഉപ്പ് കൂടുതലാണോ എന്ന്, പക്ഷേ അല്ല, കടല വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കറക്റ്റ് അളവിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് 6 to 7 വിസിൽ വരണോടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 8 to 10 വിസിൽ വരെ നമ്മൾക്ക് അടിച്ചെടുത്താലാണ് ഇത് നന്നായിട്ട് കുക്കായി വരത്തുള്ളൂ. ഇനി അല്ല, നിങ്ങൾക്ക് സമയമുണ്ട്, വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 1 to 2 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് അടിച്ചതിന് ശേഷം സിമ്മിലിട്ടതിന് ശേഷം നമ്മൾക്ക് ഒരു 3-4 വിസിലും കൂടി അടുപ്പിച്ചെടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പം സിമ്മിലിട്ടതിന് ശേഷം 3-4 വിസിലും കൂടി നമുക്ക് വേണം. അപ്പം ഹൈ ഫ്ലെയിമിലിടുന്നതാണെങ്കിൽ ഒരു 5 to 10 വിസിലെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ ഈ കടല ഈ കുക്കറിൽ നല്ല വൃത്തിയായിട്ട് കുക്കായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് വാട്ടറി ആയിട്ട് നമുക്ക് തോന്നും. അത് നമ്മൾ ഈ കടല നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു മാഷർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു തവി കടല എടുത്തതിന് ശേഷം തണുപ്പായതിനു ശേഷം അതൊന്ന് അല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തവി വെച്ചിട്ട് തന്നെ നമ്മൾക്കൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ചന്ന മസാല ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് ഈ സമയത്ത് നോക്കാം. പിന്നെ ഈ ടൊമാറ്റോസിൻ്റെ ഒക്കെ ഒരു പുളിയും ഈ മസാലകളുടെ ഒരു ബ്ലെൻഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റിലായിരിക്കും നിൽക്കുക. ഇപ്പം ഞാൻ ഈ തവി കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്ത് കൊടുക്കുകയാണ്. ഇനി അത് പ്രത്യേകിച്ച് മിക്സിയിലൊന്നും ഇട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഉപ്പിൻ്റെ അളവ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലൊന്നും ഉപ്പ് കടലയിലേക്ക് പിടിക്കത്തില്ല. നമ്മൾ ഉപ്പ് എപ്പോഴും കുക്കറിലിട്ട് വേവാൻ വെക്കണതിന് മുമ്പ് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം.
ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് അധികമായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടലയിലേക്ക് അത് പിടിക്കില്ല, അത് ആ ഗ്രേവിയിലേക്ക് ഇരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ടേസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രേവിക്ക് എപ്പോഴും ഭയങ്കര ഉപ്പായിട്ട് തോന്നും, കടലയ്ക്ക് ഒരു ഉപ്പ് പിടിച്ചതായിട്ട് തോന്നത്തുമില്ല. അവസാനമായിട്ട് പിന്നെ ഈ പുളിയും എരിവും ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈകൊണ്ട്. അത് ഈ എല്ലാത്തിൻ്റെയും കൂടി ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ചന മസാല വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ബട്ടൂര അല്ലെങ്കിൽ പൂരി ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കും ഇങ്ങനത്തെ ഒരു രീതിയിലൊരു ഇത് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. നോൺ വെജ് ഒന്നും ഇല്ലാതെ തന്നെ വെജിറ്റേറിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് മല്ലിയില വെച്ചിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് സവാള വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാം. പിന്നെ ഒരു പുതിയ റെസിപ്പിയായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.